മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഏറെ നാളുകളിൽ എൻ്റെ സ്വർഗീയ പാർപ്പിടത്തിൽ, ഏറെ നാളുകളിൽ എൻ്റെ സ്വർഗീയ പാർപ്പിടത്തിൽ എത്തും വേഗം ദുഃഖം തീരും, ഏറിടുന്നു ആശ എന്നിൽ. എത്തും വേഗം ദുഃഖം തീരും, ഏറിടുന്നു ആശ എന്നിൽ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ PC വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ക്രിസ്തീയ പ്രഭാത വന്ദനം അറിയിക്കുന്നു. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. ദൈവം കരുണാസമ്പന്നനായ ദൈവത്തെക്കുറിച്ച് ഇന്ന് രാവിലെ ചുരുക്കമായി നമുക്ക് ഒന്ന് ചിന്തിക്കാം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ചൊരു ചിന്തയും ഒരു വിശ്വാസവുമുണ്ട്. എന്നാൽ ചില ആളുകൾ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ ബൈബിൾ മൂഢന്മാരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഭൗതികമായി ജ്ഞാനവും മറ്റ് മേഖലകളിൽ അഗ്രഗണ്യരുമായിരിക്കാം. പക്ഷേ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ബൈബിൾ കൊടുക്കുന്ന വിശേഷണം മൂഢന്മാർ എന്നാണ്. അപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾക്കും ദൈവവചനം ഒരു വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ബുദ്ധിമാന്മാർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുണാസമ്പന്നനായ ദൈവത്തെക്കുറിച്ച് നാം അറിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദൈവത്തെക്കുറിച്ച് നാം ഇവിടെ മനസ്സിലാക്കുന്നത് ദൈവം കരുണയിൽ സമ്പന്നൻ എന്നാണ്. നമുക്കറിയാം, ലോകത്തിൽ സമ്പന്നന്മാർ എന്നറിയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ത്യയിലുണ്ട്. ലോകത്തിൽ മുഴുവൻ നാം ഈ സമ്പന്നന്മാരുടെ പട്ടിക കാണുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഒരു പ്രധാന സമ്പന്നനാണല്ലോ മുകേഷ് അംബാനി. അപ്പോൾ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന മറ്റ് സമ്പന്നന്മാരായ ആളുകളുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇലോൺ മസ്ക് എന്ന് പറയുന്ന USA-യിലുള്ള ഒരു ധനാഢ്യനായ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ആസ്തി എന്നുള്ളത് $839 ബില്യൺ. അതുപോലെ തന്നെ മറ്റൊരാളുണ്ട്, സ്പെയിനിലുള്ള അമാൻസിയോ ഓർട്ടഗോ എന്ന് പറയുന്ന ഒരാൾ. ലോക പ്രശസ്തനായ വസ്ത്ര ബ്രാൻഡായ സാറ എന്ന ആ പ്രമുഖ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 148 ബില്യണാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ സാമ്പത്തികമായി സമ്പന്നന്മാരാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരാണ്. എന്നാൽ ഇവർക്കൊന്നുമില്ലാത്ത ഒരു വിശേഷണമാണ് കരുണയുടെ സമ്പത്ത് അല്ലെങ്കിൽ കരുണയുടെ സമ്പന്നൻ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. മനുഷ്യരെ മുഴുവൻ നാം ചിന്തിച്ചാൽ മനുഷ്യരെല്ലാവരും തന്നെ ഏറിയ പങ്കാളുകളും കരുണ വറ്റിപ്പോയ ആളുകളാണ്. സാമൂഹിക അടിച്ചമർത്തൽ നടത്തുന്ന ആളുകൾ, നിറ വ്യത്യാസം കാണിക്കുന്ന ആളുകൾ, വിവേചനം മനുഷ്യരുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ മനുഷ്യനിൽ പല വിവേചനങ്ങളും കരുണയില്ലാത്ത പ്രവൃത്തികളും നമുക്ക് കാണുവാനായി സാധിക്കും. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നിർദാക്ഷിണ്യം പിച്ചു ചിന്തുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ,
ഭീഷണി മുഴക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതെല്ലാം മനുഷ്യന്റെ കരുണ വറ്റിപ്പോയതിൻ്റെ നേർചിത്രങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവിടെ ഇന്ന് രാവിലെ നാം ഒരു സത്യം മനസ്സിലാക്കണം. ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവം കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനല്ല. ദൈവം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവനല്ല. പകരം കരുണയുടെ ഉറവിടമാണ് ദൈവം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു കുരുടനായ മനുഷ്യൻ യേശുവിനെ വിളിക്കുകയാണ്. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. കുഷ്ഠരോഗികൾ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളോട് കരുണ തോന്നണം. ലോകത്തിൻ്റെ നാനാ തുറകളിൽ ജീവിച്ചിട്ടുള്ള സാധാരണക്കാരായിരിക്കുന്ന എത്രയോ ആളുകളാണ് യേശുക്രിസ്തുവിനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. അവരുടെ ആരുടെ മുമ്പിൽ കരുണയുടെ കണ്ണടച്ചു പോയവനല്ല, പിന്നെയോ കരുണയുടെ കരം നീട്ടി അവരെ ആശ്വസിപ്പിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 51-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് പറയുന്നത്, കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ എന്നോട് മായ്ച്ചു കളയണമേ എന്നാണ്. ദൈവം കരുണാസമ്പന്നനാണ്. ഏതൊക്കെ വിധത്തിൽ? പാപം ക്ഷമിക്കുന്ന കാര്യത്തിൽ, തെറ്റുകളെ ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവം കരുണയുള്ളവനാണ്. ആരുടെ തെറ്റിനെയാണ് ദൈവം ക്ഷമിക്കുന്നത്? തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവനെയല്ല, പകരം തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ക്രൂശിൽ യേശുവിൻ്റെ ചാരത്ത് കിടന്ന ഒരു കള്ളൻ, അവൻ യേശുവിനോട് പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവിടുന്ന് എന്നെയും കൂടെ ഓർക്കണം. നോക്കുക, വേദനയുടെ പാരമ്യത്തിൽ കിടക്കുമ്പോഴും അരികിൽ കിടക്കുന്നവന്റെ ആ ദയനീയമായ ശബ്ദം കേട്ട് അവനോട് കരുണ കാട്ടിയ കരുണാവാരിധിയായ ദൈവം, പാപികളോട് കരുണ കാട്ടുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര അവർണ്ണനീയമാണ്. ഇത് രാവിലെ നാം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും ഈ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ആവട്ടെ. അവൻ നമ്മോട് കരുണ കാട്ടും. ആ ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാൻ എത്രയോ മനസ്സുള്ളവനാണ്. എന്നാൽ ഇന്നും അനേകം ആളുകൾ ആ ദൈവത്തിന്റെ കരുണയെ വ്യർത്ഥമാക്കി പോകുകയാണ്. അവന്റെ ദീർഘക്ഷമയെ അവഗണിച്ചു പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ നാം നമ്മുടെ കർത്താവിനോട് പറയുമ്പോൾ, സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ, ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ, ആ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, ഒരു പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ദൈവം. എഫെസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ വായിക്കുന്ന 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സ്നേഹം അത് മഹാസ്നേഹമാണ്. ഗ്രേറ്റ് ലവ്, വലിയ സ്നേഹം. ദൈവത്തിനല്ലാതെ മറ്റാർക്കും വലിയ സ്നേഹം കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ സ്നേഹം ആർക്ക് അളക്കുവാൻ സാധിക്കും? ആഴിയേക്കാൾ അഗാധമായ ആ ദൈവത്തിന്റെ സ്നേഹം, സീമയ്ക്കതീതമായ ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനോട് ദൈവം കാട്ടിയത് കരുണയുള്ള ദൈവമായതുകൊണ്ടാണ്. ക്രൂരന്മാരായ കഠിന പാപികളായ മനുഷ്യനോട് കരുണ കാട്ടുവാൻ ആ ഒരു വിധത്തിലും സാധിക്കാതിരിക്കുമ്പോൾ, ഇതാ നോക്കൂ, സ്വർഗത്തിലെ ദൈവം, കരുണയുള്ള കരുണാവാരിധിയായ ദൈവം തന്റെ ദൈവികമായ എല്ലാ അധികാരവും താൻ മാറ്റി ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. എന്റെയും നിങ്ങളുടെയും പാപം ഏറ്റുകൊണ്ട് കാൽവറിയിൽ കുരിശിൽ പരമയാഗമായി, കുരിശിൽ രക്തം ചിന്തി മരിക്കുവാൻ ഇടയായി. എന്തുകൊണ്ട്? നമ്മോട് കരുണ കാട്ടിയതുകൊണ്ട്. അതുകൊണ്ടാണ് കരുണയില്ലാത്ത പടയാളികൾ യാതൊരു മടിയും കൂടാതെ ഈ കരുണാസമ്പന്നനായ നമ്മുടെ കർത്താവിനെ അതിക്രൂരമായി അടിക്കുവാനും പീഡിപ്പിക്കുവാനും ഇടയായിത്തീർന്നത്.
ആ പീഡനങ്ങളുമെല്ലാം കർത്താവ് പൂർണ്ണമായും സഹിച്ചത് നമ്മോട് കരുണ കാട്ടിയത് കൊണ്ടാണ്. ഇന്ന് രാവിലെ ഒരു വാക്ക് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. കർത്താവേ, കരുണ കാട്ടുവാൻ എന്നിൽ യാതൊരു അർഹതയും ഇല്ലാതിരിക്കെ എന്നോട് അവിടുന്ന് കരുണ കാട്ടി. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു, രക്തം ചിന്തി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് തുടർന്നും അങ്ങയുടെ കരുണ എന്നെ പിന്തുടരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ തന്നെ ഈ കർത്താവിന്റെ കരുണയെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും അതിനെ അവഗണിച്ചു പോകുന്ന ആളുകൾ, അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ, സുഹൃത്തെ, ഈ ഒരു ദിവസം നിങ്ങൾക്ക് തന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ കരുണയെ അവഗണിക്കാതെ ആ കർത്താവിന്റെ അടുക്കൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറയുവാൻ, അഭയം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും